അപ്പം ഇന്നൊരു ആനൂട്ടാണ്. ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ളൊരു അമ്പലമാണ്. വലിയ കാര്യമൊന്നുമില്ല. ഞാൻ പിന്നെ നേരം വൈകിട്ടാണ് അവിടെ എത്തിയത്. എല്ലായിടത്തുള്ള പോലെ തന്നെ ആനയ്ക്ക് ഇവിടെ ഈ കർക്കിടകാകുമ്പോൾ ഇത് പരിപാടി ഉണ്ടല്ലോ, അത് തന്നെ. പ്രത്യേകിച്ച് എന്ന് പറയാനായിട്ട് വേറെ ഒന്നുമില്ല. നമ്മളും പോയി ജസ്റ്റ് അവിടെ നിന്ന് കണ്ടു. വലിയ തിരക്കെന്ന് പറയാനില്ല, കാരണം ഞങ്ങളുടെ നാട്ടുകാർ തന്നെയാണ് മൊത്തം. ഒക്കെ അറിയുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് കളക്ഷനൊന്നുമില്ല ഇവിടെ. അന്ന് തന്നെ ആയിരുന്നു പെരുങ്ങോട്ടര നമ്മുടെ കാനാടിക്കാവിലും ഈ ഡേറ്റിൽ തന്നെ ആയിരുന്നു അന്ന് ആനൂട്ട്. അവിടെ പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് ഇവർ തൊഴുത് പോകണൊക്കെ മുന്നേ ഇത് കഴിഞ്ഞതിന് ശേഷം നല്ല മഴ പെയ്തു. പിന്നെ ആ മൂട് പോയി. പിന്നെ വന്ന 9 ആനയും വന്നു ഇതേപോലെ തന്നെ വന്ന് ദേവിനെ തൊഴുത്. അത് കൃഷ്ണൻ്റെ അമ്പലമാട്ടോ, ദേവിയല്ല. അപ്പോൾ ദേവി വന്ന് എല്ലാ ആനകളും ഓരോ നിരനിരയായി വന്ന് തൊഴുതുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, എല്ലായിടത്തുള്ള പോലെ തന്നെ നമ്മൾ പോയി. പിന്നെ എന്തേലൊക്കെ വേണ്ടേ, കണ്ടന്റ് അന്വേഷിച്ച് കിട്ടാണ്ടായപ്പോൾ ഇതേ കിടക്കണ ഒരു വേറൊരു കണ്ടന്റ്. എന്നാൽ പിന്നെ ഇതിൽ കയറാന്ന് വെച്ചു. കാണാത്തൊരു കാണാലോ. തൃശ്ശൂരാണ് ഞങ്ങളുടെ സ്ഥലം. പാനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു പ്രത്യേക വികാരമാണ്, നിങ്ങൾക്കറിയാലോ. കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കാണാം. ചെറിയ ചെറിയ അറിവുകളല്ലേ. അതിൽ കൂടുതലും 3 പെണ്ണാനകളായിരുന്നു കേട്ടോ. അതിൽ ബാക്കിയുള്ളത് ആണാന, വലിയ വലിയ കൊമ്പന്മാരാണ് മുന്നേ വന്നിരുന്നത്. പേരൊന്നും അറിയില്ല, വന്നു അത്ര തന്നെ. അതിലേറ്റവും അവസാനം എനിക്ക് ഈ ആനയുടെ ഈ മണക്കമുണ്ടല്ലോ, അതായത് തൊഴുത് പോകുന്നത്, ഇത് മാത്രമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്.